അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ട് ആരെ പിച്ചക്കാരനൊക്കെ കൊണ്ട് കയറ്റിവിട്ടത്? അയ്യോ ആശാൻ, അയ്യോ ആശാൻ, ആശാനെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ആശാനെ. പണ്ട് ഞാൻ ആശാനെ കാണുന്ന സമയത്ത് ആശാൻ താണ്ട് ഇത്രേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പൊ വളർന്ന് പന്തലിച്ച് പേരാല പോലെ നിൽക്കുവാണോ? എനിക്ക് കൊച്ചാ, ഞാൻ ഇപ്പോഴും അത്ര തന്നെ ഉള്ളു. ആശാന് കുടിക്കാനായിട്ട് ബ്ലാക്ക് ടീ വേണോ ഗ്രീൻ ടീ വേണോ? വേറെ ഏതൊക്കെ കളറുണ്ട്? എന്താ കളറുണ്ടോ? ആ തരുവാണ് ഞാൻ മച്ചാന്ന് ഞാൻ കുടിക്കും. ആശാൻ ഇത് എന്തൊക്കെയാ ആശാൻ ഈ പറയുന്നത്? അമ്പടി കള്ളി, എനിക്ക് സംഭാരം ഇഷ്ടമാണെന്ന് നിനക്കറിയാം. പുളി ലേശം കൂടുതലാ. ഇവിടെ തളിക്കാൻ വെച്ചിരുന്ന ഗോമൂത്രം വരുന്നത് പൂച്ച വെച്ച് കിടപ്പുണ്ടോ ഇവിടെ? വാള് വെച്ച് കളഞ്ഞതാ. എന്റെ പൊന്നെ ആശാൻ, ഇതൊക്കെയാണോ ആശാൻ പറയുന്നത്? എന്തായാലും നമ്മുടെ മോനെ ഞാൻ എഴുതിക്കും. നമ്മുടെ മോനല്ല, എന്റെ മോനെ. എന്റെ പൊന്നോ, നിന്റെ മോൻ. അത് ഞാൻ പറഞ്ഞ് രജിസ്റ്റർ ചെയ്താ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോ മോനെ ഇങ്ങോട്ട് വിളിക്കാം. മോനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് വേറെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു തൂശനല വേണം, എടുത്തോണ്ട് വരാം. കീറാൻ പാടില്ല. കീറത്തില്ല. അയ്യോ ഭഗവാനേ, കൊച്ചിന് നല്ലത് മാത്രം വരുത്തണേ ഭഗവാനേ. എഴുതിക്കാൻ വന്നു. സ്കൂളിൽ പോടാ. ആരാടാ നീ? ഞാൻ ആശാനാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ ആശാനാണെന്ന്. നിന്റെ അച്ഛന്റെ പേര് പറയാം. നീ എവിടെ എവിടെയാണ് നീ? പഴയോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. എന്ത് പറ്റി ആശാനെ? ഈ ചേട്ടായി എന്നെ പേടിപ്പിച്ച. ചേട്ടായിയോ? ആശാൻ ഇതെന്റെ മോനാണ്. പണ്ട് ഞാൻ എഴുത്തിരുത്തി കൊണ്ടുവന്നില്ല. എന്റെ മോനാണത്. അവനാണോ ഇത്? ആശാന്, ആശാൻ ക്ഷമിക്കണം. ആശാൻ എന്നെ അനുഗ്രഹിക്കണം. ആശാൻ എന്റെ ദൈവമാണ്. ആശാനെ അനുഗ്രഹിക്കണം. ആശാനെ എനിക്ക് തെറ്റുപറ്റില്ല. ആശാനെ വണങ്ങാതെ ഉയിരില്ലയേ. ഉയിര് ദൈവമേ, എന്റെ ഉയിരങ്ങ് പോയി. അപ്പൊ ട്യൂഷനല്ല കിട്ടി. ഇറാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്നെ പരിപാടി ആചാര്യ കാണിക്കുന്നത്. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കീറി പറച്ചിലും കിട്ടണോ? ഒരു സമാനം ഉണ്ടാവും. എന്തൊക്കെ കാണിക്കുന്നു? മര്യാദയ്ക്ക് ഇവിടെ ചടങ്ങ് നോക്കാൻ നോക്ക്. ഇപ്പൊ രാഹുകാലം വന്നേക്ക് മുമ്പ് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചങ്ങോട്ട് നിക്ക. ഞാൻ പറയണ മന്ത്രം ഏറ്റങ്ങോട്ട് ചൊല്ലുക. ഭാരതഖണ്ഡേ ഭാരതഖണ്ഡേ ഭാരതവർഷേ ഭാരതവർഷേ. ഞാനത് കണ്ടേ. എന്നത് വേണ്ടേ? അപ്പോ ഹരിശ്രീ ഗണപതായേ. അല്ല, ഞാൻ പറട്ടെ, എഴുത്തിന് ഇരുത്തേണ്ട ആളെ നമുക്ക് വേണ്ടേ? വേണം. അപ്പൊ ആ ചടങ്ങിലോട്ടാണ് കിടക്കേണ്ടത്. എവിടെ ആ കള്ളൻ? കൊച്ചു കള്ളനെ വിളിക്കുക. താണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ മോൻ. ഇവനെയാണ് എഴുത്തിനിരുത്തേണ്ടത്. ഇവനാണോ? പിന്നെ ആശ മടിയിലിരുത്തി ഇവനെ എഴുതിക്കണം. ഇവനാ ഞാനാ? എന്റെ അമ്പാടി കണ്ടോ? മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ. രക്ഷപ്പെട്ട്. എങ്ങോട്ട് രക്ഷപ്പെട്ടെന്ന്? അവിടെ പീച്ചൂഷ നീ പോന്ന എന്റെ ഒപ്പം. എന്റെ പൊന്നെ ആശാനെ മര്യാദയ്ക്ക് എഴുതി. ഹലോ, മെഡിക്കൽ കോളേജല്ലേ? ഈ പ്രാവശ്യം അവിടെ പുതിയത് വരുന്ന പിള്ളേർക്ക് 2 ചെറിയ തുടയല് ആശാന്റെ വക സംഭാവന. പിന്നെ ഇവിടെ അടുത്ത് ഭജനക്കാർ വല്ലവരും ഉണ്ടോ? എന്റെ ആങ്ങളെ ഉടുക്കു കിട്ടും. എന്നാ ആങ്ങളെ അടുത്ത് പറ, ചെറിയ ഉടുക്കൂറ്റിക്കിടാനുള്ള 2 തോല് ഓക്കെ എന്ന് പറഞ്ഞു. എന്തൊക്കെയാ ആശാൻ ഈ പറയുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കാര്യങ്ങളിലേക്ക് അവിടെ കിടക്കാം. കാര്യങ്ങളൊക്കെ കിടക്കാം. അരി എവിടെയാ? അരി ഇല്ല കേട്ടോ. പിന്നെ അരിയിൽ എഴുതിക്കില്ലത്. ചെറുക്കന് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഓട്സാ മേടിച്ചു വെച്ചത്. ഓട്സിൽ എഴുതിയാ മതി. എങ്കിൽ ഞാനും കുത്തും. എന്നെ കുത്തേ ഞാൻ ഗുണ്ടയാണ്. എടാ ഇത് ആ മുള്ളു താഴെ മുള്ളല്ലെന്ന്. പിന്നെ എടത് നാരായത് ചാരായം കുടിച്ചോണ്ടാ. വളരെ മോശമായി പോയി. എന്തിനാ ഈ ചാരായം കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഈ അന്നേരം ഞാൻ കൊണ്ട് കളഞ്ഞേക്കെ. നേരത്തെ ഒരു 3 പെഗ് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉടനെ കളയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താലി എടുക്കാം. എന്തിനു താലി?
സ്വർണ്ണം എടുക്ക, സ്വർണം വേണ്ടേ നാക്കിലെഴുതാൻ? അമ്മ ആ കഴുത്തി കിടക്കുന്ന താലി ഒരു കുടമ്മ. കഴുത്തെ കിടക്കുന്ന താലിയൂരി കൊടുത്ത് നിങ്ങൾക്കറിയാവോ, ഈ കഴുത്തിന് ചുറ്റും വലിയൊരു മാല ഉണ്ടായിരുന്നു, അതവൻ തിന്നതാ. ഈ ചെറുക്കൻ മാലയാണോ തിന്നണേ? മാലയല്ലെന്ന്, പിന്നെ? ഈ മാല വിറ്റ് മൊത്തം തിന്നതാണ്. അമ്മ ആ താലി ഊരി കൊടുക്കുന്നുണ്ട് അമ്മ. വേഗം എടുത്തോ, വേഗം എടുക്ക്. എനിക്ക് 10ാം ക്ലാസ് ജയിച്ചിട്ട് വേണം എന്റെ പൊടിച്ചു മുളക്കെട്ടെ. വാടാ എവിടെ വാടാ. ഇല്ല വരാനും നിന്നോട് ഞാനാ പറഞ്ഞേ. വരൂല. എടാ ഇവിടെ വരാൻ. എന്താ ആശാന്? മോനെ നീട്ടണ നാക്ക്. എടാ നാക്ക് നീട്ടാൻ. അമ്മ അമ്മ എന്തു പറ്റി? എന്നടാ ഗുണാക്കേവോ? നീട്ടിക്കടാ. എന്റെ ഭഗവാനെ, എന്റെ ഭർത്താവിന് ഇങ്ങ് തിരിച്ചു തന്നേക്ക്, എഴുതി കഴിഞ്ഞില്ലേ? എന്റെ ഭർത്താവിനാവൻ തിന്ന് ആ താലി ആ ചർക്ക വിഴുങ്ങിന്ന്. എടാ ഇത്ര നാള് നിനക്ക് തന്തേ തല്ലി എന്നുള്ള ഒരു പേരുള്ളായിരുന്നടാ, നീ ഇപ്പൊ തന്ത തിന്നവനായല്ലേടാ. ഇത്രേ മെനകെട്ട ഒരു ചർക്കനെ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതിച്ചുള്ളൂ ഇന്ന് വരെ. എന്റെ ലെവല് നിങ്ങൾക്കറിയാലോ, ഞാൻ അക്ഷരം പഠിപ്പിച്ച ആൾക്കാര് മൊത്തം MD യുടെ ലെവലുള്ള ആൾക്കാരാ. കണ്ടോ, MD വാസുദേവൻ നായർ വരെ എഴുതിച്ച ആളാണ് ഈ നിൽക്കുന്നത്. അതാരാ? MD വാസുദേവൻ നായർ എഴുതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞേ, പിന്നെ MT കാലി അടിച്ച് ചുമ്മാ കറങ്ങി എടുക്കുന്നത് ഇതുവരെ ഒന്നും എത്തിയുള്ളത്. അത് ശരി. അപ്പൊ വന്ന സമയം തൊട്ട് എന്നെ ഇത്രയും നേരം ഹാസ്യവൽക്കരിച്ചല്ല ആശാമ്പ. എന്തിന്? വാ ആശാനെ. അല്ലെ എങ്ങോട്ട് പോരാന്ന് പറ. ഓടല് ഇല്ല. ഇവിടെ വരാൻ എനിക്ക് ഷുഗറുള്ളതാണ്, പിടിക്കരുത്. ഒരു ഷുഗറും നോക്കണ്ടേ. ഇങ്ങോട്ട് ആശാനെ. അമ്മ ആദ്യം നമുക്ക് ഈ ആശാനെ എഴുത്തിനെടുത്താം, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ എഴുതാൻ പഠിപ്പിക്കണം. സുഭദ്രേ, ഞാൻ നിന്റെ ആശാനാണ്.